ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് തലേദിവസം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാണ് ഇന്ന് വേട്ടപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഗ്രേവി ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ഒരു പിടി കാഷ്യൂ നട്ട്, 2 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാതിയിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാള കനം കുറച്ചതിന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള അരപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് തിളവന്നതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.